പ്രൈസ് ദി ലോർഡ്. ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തു നാമത്തിലെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നത് ചിന്തയ്ക്ക് ആധാരമായി നാം എടുത്തിരിക്കുന്ന വേദഭാഗം. ആമേൻ. നഹൂമിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം ഇങ്ങനെ പറയുന്നു: യഹോവ നല്ലവനാ, കഷ്ട ദിവസത്തിൽ തനിക്ക് ശരണവുമാകുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നല്ല സമയങ്ങളിൽ നമ്മുടെ ചുറ്റിലും പലരും ഉണ്ടാകും. പക്ഷേ നമ്മുടെ കഷ്ട ദിവസങ്ങളിൽ നമ്മുടെ അധികം ആരും നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ലെന്ന വാസ്തവമാണ്. നമ്മുടെ കഷ്ട ദിവസങ്ങളിൽ നമ്മുടെ കൂടെ ഉള്ളവർ നമ്മെ വിട്ട് മാറിപ്പോകും. ഏത് കഷ്ട ദിവസവും ദൈവം നമുക്ക് ശരണമായി നമ്മോട് കൂടെ ഇരിക്കും. ആശ്രയമാകുന്ന കരങ്ങൾ നമ്മുടെ കഷ്ട ദിവസം നമ്മെ വിട്ടു പോകുമ്പോൾ ഹല്ലേലൂയ മാറാത്ത ദൈവം നമ്മുടെ കൂടെ ഇരുന്ന നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മോട് കൂടെ ഉണ്ടാകും. ദൈവഭക്തന്മാർ തങ്ങളുടെ കഷ്ടതയിൽ ദൈവസന്നിധിയിൽ ശരണം പ്രാപിച്ചു. അവരുടെ കഷ്ടതകളും ദൈവം നമ്മെ വിടുവിച്ചത് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയരെ, നിങ്ങളുടെ കഷ്ടത ഏതുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ വിഷമങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ, കഷ്ടത ജീവിതത്തിൽ വന്നുപോയി എന്ന് വിചാരിച്ച് നിരാശപ്പെടരുത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ പ്രത്യാശ വയ്ക്കുക. അവിടെ നിങ്ങളുടെ ആശ്വാസമായി നിങ്ങളുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ കഷ്ടത്തെ മാറ്റുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത് വചനം വായിക്കുമ്പോൾ നഹൂം എന്ന് പറയുന്ന മനുഷ്യനെ അതിന്റെ വാക്കിന്റെ അർത്ഥം ആശ്വാസം എന്നാണ്. നമുക്ക് നിനവേ പട്ടണത്തിനെ കുറിച്ച് പ്രവചിക്കുവാനാണ് ആമീൻ ഹല്ലേലൂയ നഹൂമിനോട് ദൈവം പറഞ്ഞത്. ഹല്ലേലൂയ. നമുക്കറിയാം, നിനവേ പട്ടണം യോനായിലൂടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടവർ ദൈവത്തിന്റെ സ്ഥലത്തേക്ക് മടങ്ങി വന്നെങ്കിലും പിന്നത്തേതിൽ അവന്ത്യ 1 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ വിഗ്രഹാരാധനയെ കടന്നു പോയപ്പോൾ ഹല്ലേലൂയ ദൈവം അവരെ ഹല്ലേലൂയ നശിപ്പിക്കുവാൻ ഇടയായി. ആ നിനവേ പട്ടണത്തെ നശിപ്പിച്ചു. എങ്ങനെയാ നശിപ്പിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ടഗ്ലസ് നദി കവിഞ്ഞ് മതിലിന്റെ ചുവട്ടിലേക്ക് ഒഴുകുകയും വെയിലിൽ ഉണക്കിയെടുത്ത മൺകട്ടകൾ വെള്ളത്തിൽ കുതിർന്ന് ഇടിഞ്ഞു വീഴുകയും ചെയ്തു. ആ വിടവിലൂടെ ബാബിലോൺ സൈന്യം ഉള്ളിൽ പ്രവേശിച്ച് ആ പട്ടണം പിടിച്ചെടുക്കുവാൻ ഇടയായി. നമുക്ക് നിനവേ എന്ന് പറയുന്ന പട്ടണം വലിയ പട്ടണമാണ്. ഹല്ലേലൂയ. അതിനെ ആർക്കും ഒതുക്കുവാൻ കഴിയത്തില്ല. പക്ഷേ എന്നാൽ ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് അകന്നു പോയ ആ ദേശത്തെ, ആ ജനത്തെ ദൈവം ഹല്ലേലൂയ കുറച്ച് വെള്ളം കൊണ്ടാണ് ആ ദേശത്തെ നശിപ്പിക്കുവാൻ ഇടയായത്, ആ ജനത്തെ നശിപ്പിക്കാനായിട്ട്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ ദൈവത്തിന് അകന്നു പോകുന്നവർക്ക് നിശ്ചയമായും കഷ്ടമുണ്ട്. എന്നാൽ ദൈവത്തോട് ചേർന്നിരിക്കുന്നവർക്ക് വിടുതലുമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് തിരുവചനത്തിൽ നോക്കുകയാണെങ്കിൽ കഷ്ട ദിവസത്തിലൂടെ കടന്നുപോയി അനേകം നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഹല്ലേലൂയ നമുക്ക് ദാവീദ് പറയുന്ന മനുഷ്യൻ കഷ്ടതയുടെ ആഴങ്ങളിൽ കടന്നുപോയ ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഹല്ലേലൂയ സ്തോത്രം. യോസഫിന്റെ ജീവിതത്തില് പലവിധമാകുന്ന കഷ്ടങ്ങളായിരുന്നു തനിക്കുണ്ടായിരുന്നത്. തന്റെ ഹല്ലേലൂയ സഹോദരന്മാർ നിന്ദിക്കപ്പെടുവാൻ ഇടയായി, പരിഹസിക്കപ്പെടുവാൻ ഇടയായി. തന്നെ കൊന്നു കളയുവാൻ അവർ കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നാൽ ഒരിക്കലും സഹോദരനെ കാണാതിരിക്കുവാൻ ഹല്ലേലൂയ മറ്റു ദേശത്തേക്ക് വിറ്റു കളയുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കഷ്ടം അവരെ ഒന്നും എന്ത് ചെയ്ത് നശിപ്പിച്ചു കളഞ്ഞില്ല. കഷ്ടതയിൽ അവരൊന്നും ഒടുങ്ങിപ്പോയില്ല. ഹല്ലേലൂയ. അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയില്ല. പക്ഷെ കഷ്ടതയുടെ അപ്പുറത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തി ഉണ്ട് എന്ന് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. ജീവിതത്തിൽ ഏത് കഷ്ടം നമ്മൾ പ്രിയപ്പെട്ട നമ്മെ ഒറ്റകളെ കൊടുക്കുമായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ നമ്മെ നാം സ്നേഹിക്കും എന്ന് വിചാരിക്കുന്നവർ, നമ്മുടെ കൂടെ നിൽക്കുമെന്ന് നാം കരുതുന്നവർ പലപ്പോഴും നമ്മെ വിട്ട് അകന്നു മാറുമ്പോൾ ഹല്ലേലൂയ നമ്മളെ പരിഹാസമാക്കി മാറ്റുമ്പോൾ, നമ്മെ നിന്ദിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം കൂടെയുണ്ട്. ദാനിയേൽ എന്ന് പറയുന്ന മനുഷ്യൻ തന്റെ ജീവിതത്തിൽ കഠിനമായ പ്രശ്നങ്ങൾ കടന്നുപോയി. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് തനിക്ക് രേഖ വിരോധമായി എഴുതുവാൻ ഇടയായി. ഹല്ലേലൂയ. എന്നാൽ രേഖയ്ക്ക് എനിക്ക് രേഖ എഴുതുന്ന വ്യക്തിയോട് ദാനിയേൽ പോയി പറഞ്ഞില്ല. പകരം എന്ത് ചെയ്തു? ഓരോ ദിവസം താൻ ചെയ്യുന്നത് പോലെ ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. രേഖ എഴുതിയവർ മാറ്റി എഴുതുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ. നോക്കുക, ആരാണോ രേഖ എഴുതുവാൻ ദൈവനാമത്തിനു വേണ്ടി നിന്ന മനുഷ്യനെ ആരാണോ കള്ളസാക്ഷി കള്ളരേഖ ഉണ്ടാക്കി തകർത്തു കളയുവാൻ ശ്രമിച്ചത്, അവനെയും അവന്റെ കുടുംബത്തെയും അവന്റെ പിന്തുടർച്ചയും ദൈവം നശിപ്പിച്ച് കളയുവാൻ ഇടയായി. മോർദേഖായി എന്ന് പറയുന്ന മനുഷ്യൻ നമുക്ക് കാണുവാൻ കഴിയും. എസ്തേർ എന്ന് പറയുന്ന ബാലികയെ വളർത്തുകയും അതിനുശേഷം ഹല്ലേലൂയ ആശേരാജ് രാജാവിന്റെ
അമ്മ പത്നിയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഹല്ലേലൂയ. ഇന്നത്തെ ഹാമാൻ എന്ന് പറയുന്ന മനുഷ്യൻ അമേൻ ഹല്ലേലൂയ യഹൂദാജനത്തെ മുഴുവൻ നശിപ്പിച്ച് കളയുവാൻ പദ്ധതിയിട്ടപ്പോൾ ഹല്ലേലൂയ ദൈവം രാജാവിന്റെ ഉറക്കത്തെ കെടുത്തി അമ്മേ തന്റെ ജനത്തിന് വിടുതൽ നൽകിയ ദൈവമാണ്. അമ്മേ ബലവാനെന്നോ ഹല്ലേലൂയ മാനുഷികപരമായി സമ്പത്തുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ എന്ത് ഉണ്ടെങ്കിലും എത്ര അഹങ്കരിച്ചാലും ദൈവത്തിന് വെറും അമ്മേ സീറയാണ് പ്രിയപ്പെട്ടവരെ. അമ്മീൻ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം. നഹൂം പറയുന്ന യഹോവ നല്ലവനാണ്. ഹല്ലേലൂയ കഷ്ടത്തിൽ അവൻ ശരണമാണ്. ഹല്ലേലൂയ കർത്താവ് നല്ലവനാണ് പ്രിയപ്പെട്ടവരെ. അമ്മീൻ നമ്മുടെ ജീവിതത്തിൽ വേദനകൾ വരുമ്പോൾ നമ്മള് ദൈവമേ എന്തുകൊണ്ടെന്നല്ല നാം ഫലം ചോദിക്കേണ്ടത്. അമ്മേ ഇതിനപ്പുറമായ ദൈവത്തിനൊരു പദ്ധതി കൊണ്ട് നാം മനസ്സിലാക്കി അമ്മീൻ നാം മുന്നോട്ട് പോകുവാൻ തയ്യാറാകുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ നമ്മൾ കാണുവാൻ ഇടയാകും. അമ്മീൻ കർത്താവ് അല്ലെ ദൈവമാരാ നല്ലവനാണ്. ഹല്ലേലൂയ കഷ്ടത്തിൽ അമ്മേ ദൈവം നല്ലവനാണ്. ദൈവത്തിന്റെ വിശ്വസ്ത അത്ര വലുതാണ്. ഹല്ലേലൂയ ആഴമേറിയ ദൈവത്തിന്റെ സ്നേഹം ആമീൻ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ ദൈവം ഇടയാക്കും. അമ്മീൻ കർത്താവ് കഷ്ടത്തിൽ ആമീൻ നല്ലവനാണ്. പ്രിയപ്പെട്ടവരെ അമ്മീ കഠിനമേറിയ വിഷയം കൂടെ കടന്നു പോയാൽ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുക ദൈവത്തിന് അറിയാം. ഹല്ലേലൂയ ദൈവമേ സ്തോത്രം. നാം ഇവിടെ പറയുന്നത് കൊടുങ്കാറ്റ് പോലെ അമ്മേ ഭയങ്കരമാണ് ചീറ്റൽ കൊടുങ്കാറ്റ് പോലെ നമ്മുടെ നേരെ വരുമ്പോൾ ഹല്ലേലൂയ ദൈവം എളിയവനൊരു ദുർഗവും ദരിദ്രനൊരു കഷ്ടത്തിലൊരു കോട്ടയും കൊടുങ്കാറ്റൊരു ശരണവും ഉഷ്ണത്തിലൊരു തണലുമാണ്. കൊടുങ്കാറ്റ് വരുമ്പോൾ നിങ്ങളുടെ നേരെ ആഞ്ഞടിക്കുമ്പോൾ അത് നിങ്ങളെ തകർത്തു കളയാതിരിക്കാൻ ഒരു ശരണമാണ്. ഉഷ്ണം ചൂടേറി മരുഭൂമി അവസ്ഥയോടെ കടന്നു പോകുമ്പോൾ ദൈവം നിങ്ങൾക്കൊരു തണലായിരിക്കും. ഹല്ലേലൂയ ശത്രു എത്ര പ്രബലനായാലും ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ദൈവം നല്ലവനാണ്. ദൈവം ഹല്ലേലൂയ നിങ്ങളെ വിടുവിക്കുവാനിടയാവും. അമ്മ ഈ സങ്കീർത്തനം 91 പറയുന്നു, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമാടും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ നിങ്ങൾ നമ്മളെ വിടുവിച്ച് മഹത്വപ്പെടുത്തുന്ന ദൈവം. കഷ്ടകാലത്ത് ദൈവം നമുക്ക് ഉത്തരമള്ളുമാറാകും. സ്തോത്രം. ദൈവത്തിൽ ആശ്രയിക്കുന്നവന്റെ കൂടെ ദൈവമുണ്ട്. അനേക ദിവസം അവന്റെ കൂടായിട്ട് ഒളിപ്പിക്കും നമ്മെ. ഹല്ലേലൂയ തിരുനിവാസം അറിയും നമ്മെ മറിയും. നിവാസം എന്ന് പറയുന്ന ദൈവ സാന്നിധ്യം നമ്മെ മറയ്ക്കുമെന്നാണ്. നമ്മെ ദൈവത്തിന്റെ ക്രിസ്തു എന്ന പാറ നമ്മെ ഉയർത്തുവാനിടയാണ്. ഏതൊക്കെ ശത്രു നമ്മുടെ നേരെ പ്രബലനായാലും ഹല്ലേലൂയ നമ്മെ വിടുവിക്കുന്ന ദൈവമുണ്ട്. അത് കഷ്ടത നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ തകർത്തു കളയുവാനല്ല, നിങ്ങളെ ഒടുക്കി കളയുവാനല്ല പ്രിയപ്പെട്ടവർ. നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടത നിങ്ങളുടെ അനുഗ്രഹത്തിന് കാരണമായി മാറും. അതുകൊണ്ട് പ്രത്യാശരായിരിക്കാം. ദൈവം നമ്മെ ഒന്ന് സഹായിക്കട്ടെ.